മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, 1000 പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പതുക്കെ പറയുന്ന കള്ളങ്ങളായിരിക്കും. നിങ്ങൾ വീണുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നുള്ളതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. ഭക്തരെ, പറഞ്ഞു മനസ്സിലാക്കുന്നതിലും നല്ലത് സ്വയമേവ അറിഞ്ഞു മനസ്സിലാക്കുന്നതാണ്. അനുഭവങ്ങളോളം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാൻ കഴിയില്ല. ഒരു കുടുംബജീവിതം നന്നായി തീരണമെങ്കിൽ പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതുണ്ട്. ഉത്തരവാദിത്വങ്ങൾ ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവെച്ചാൽ അത് കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമാകുന്നതാണ്. ഭക്തരെ, ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം നൽകുക. ഒരു വാതിൽ അടയുമ്പോൾ തൊട്ടുതന്നെ മറ്റൊരു വാതിൽ തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങൾ അടച്ച വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണാതെ പോകുന്നു. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വ്യർത്ഥമാണ്. ഭക്തരെ, നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിടരുത്. എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട്. അതിൽ എന്തിനെ നിങ്ങൾ വളർത്തുന്നുവോ അത് വളർന്നു വരും. ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. ഭക്തരെ, പൂവിൽ തേനുണ്ടെന്നു കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്നു കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമായിരിക്കും. വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെയാവണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. ഭക്തരെ, അഗാധമായ സ്നേഹം, അന്ധമായ വിശ്വാസം, അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും കാലം ഒരിക്കൽ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും. എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. ഭക്തരെ, നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കിടരുത്. കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒട്ടും കഴിയില്ല. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും മനോഹരമാവുന്നത്. ഭക്തരെ, എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആയിക്കൊള്ളട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരായിരിക്കും. ഭക്തരെ, ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.